നമസ്കാരം. തെലങ്കാനയും കേരളവും, മാസപ്പടി വിവാദവും മദ്യനയ അഴിമതിയും, വീണ വിജയനും കെ കവിതയും. തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയും ഒരു നുകത്തിൽ കെട്ടാൻ സാധിക്കും. അഴിമതി ആരോപണങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇന്ന് രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസപ്പടി കേസിൽ ED അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ്. കൊച്ചി ED യൂണിറ്റാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി നിലവിലെടുത്തിരിക്കുന്നത്. SFIOയുടെ അന്വേഷണം ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ED കൂടി കേസിലേക്ക് ഇടപെടുന്നത്. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. എക്സാലോജിക്ക് അടക്കം EDയുടെ അന്വേഷണ പരിധിയിൽ വരും എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. കുറച്ച് ദിവസങ്ങളായി ED ഇക്കാര്യത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനൊടുവിലാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ECIR രജിസ്റ്റർ ചെയ്ത് ED കൃത്യമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരിമണൽ ഖനന കമ്പനിയായ CMRL നിന്നും എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. നമുക്കറിയാം, മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തുടരന്വേഷണമാകാം എന്ന നിഗമനത്തിലെത്തിയതോടു കൂടിയാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. 2016-17 മുതലാണ് എക്സാലോജിക്കിന് ശശിധരൻ കർത്തായുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറി തുടങ്ങിയത്. IT അനുബന്ധ സേവനത്തിനാണ് ഈ പണം കൈമാറിയതെന്ന് എക്സാലോജിക്കും അതിനോടൊപ്പം തന്നെ CMRLും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ 10-ലധികം വലിയ സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് SFIO കണ്ടെത്തിയിരുന്നത്. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ക്രമക്കേടുകളും മറ്റും കണ്ടെത്തിയിരുന്നു. അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴി എടുത്തിരുന്നുവെങ്കിൽ പോലും അന്വേഷണം വേണ്ട വിധത്തിൽ മുന്നോട്ട് പോയിരുന്നില്ല. ഈ വിവരങ്ങളൊക്കെയും SFIOയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വീണ വിജയന്റെ നേർക്ക് ഇപ്പോൾ ED വരുമ്പോൾ അത് തീർച്ചയായും CPM എന്ന പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. നമുക്കറിയാം, വീണ വിജയൻ നിലവിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് അവരുടെ പിതാവിനെ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 കനത്ത പരാജയം ഏറ്റുവാങ്ങി അതിൽ നിന്നും കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെയും അതിന്റെ അണികളെയും കൂടിയാണ്. നമുക്കറിയാം, പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇടത് നേതാക്കൾക്കെതിരെ ഉയർന്നു വരുമ്പോൾ അതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ഇടത് അണികൾ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം അതൊന്നും കണ്ടിട്ടില്ല. കാരണം എന്ത് കാരണം പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ന്യായീകരിക്കും എന്ന കാര്യത്തിൽ അവർക്കും ഒരു വ്യക്തതയില്ല. വലിയ പ്രതിരോധം തന്നെയാണ് വീണ വിജയൻ അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസുകൾക്കൊക്കെ കൃത്യമായ തെളിവുണ്ട്. ഇതിലൊക്കെ കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇടപെട്ടിരിക്കുന്നത്. നമുക്കറിയാം, വീണ വിജയൻ സജീവ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അതേസമയം KCRന്റെ മകൾ കെ കവിത അങ്ങനെയല്ല. അവർ സജീവ രാഷ്ട്രീയത്തിലുള്ള വ്യക്തിത്വം തന്നെയാണ്. ഈ കെ കവിതയ്ക്ക് നേരെ ദില്ലി മദ്യനയ കേസിന്റെ അഴിമതി ആരോപണങ്ങൾ വന്ന സമയത്ത് KCRും അതിനോടൊപ്പം തന്നെ BRSും ഒക്കെ വലിയ പ്രതിരോധം അവിടെ തീർത്തിരുന്നു. പക്ഷെ ഇതെല്ലാം വിഫലമാക്കിക്കൊണ്ടായിരുന്നു കവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നമുക്കറിയാം, കവിതയെ മാർച്ച് 15-ാം തീയതിയാണ് ഹൈദരാബാദിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. ദില്ലി മദ്യനയത്തിന്റെ പ്രയോജനം ലഭിക്കാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയയുമായും കവിത ഗൂഢാലോചന നടത്തിയെന്നും പകരമായി നേതാക്കൾക്ക് 100 കോടി കൈമാറി എന്നുമാണ് ED ആരോപിക്കുന്നത്. ഇടപാടുകളുടെ ഭാഗമായിരുന്ന സൗത്ത് ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യവസായ സംഘത്തിൽ ഈ കെ കവിത കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. കെ കവിത സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ആരോപണം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ വീണ വിജയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർ സജീവ രാഷ്ട്രീയത്തിലില്ല. കാര്യം അവരുടെ പിതാവും അതിനോടൊപ്പം ഭർത്താവും ഒക്കെ കേരളത്തിലെ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ്, മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആണ്. എങ്കിൽ പോലും വീണ വിജയന് അവരുടെ കമ്പനിക്ക് ഇത്തരത്തിൽ അനധികൃതമായി പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തായിരിക്കും? ആ അധികാരം അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെ അധികാരം അവർ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇത് CPMനെതിരെ ആയുധമാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം,
2019 അവർക്ക് ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ മന്ത്രിയെയും MLA യും വരെ കളത്തിലിറക്കി അന്ന് നഷ്ടപ്പെട്ട സീറ്റുകൾ തിരികെ പിടിക്കാൻ CPM കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് CPM പ്രചരണത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരുപടി മുന്നിലുമായിരുന്നു. കാരണം അവരാണ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് മറ്റും കടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെ മാത്രമേ കോൺഗ്രസും BJPയും ഒക്കെ വരുന്നുള്ളൂ. അങ്ങനെ പ്രചരണത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന CPMനെ വല്ലാതെ പിന്നോട്ട് വലിക്കുകയാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ നീക്കം. ഇനി ഒരു ചോദ്യം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. എന്നായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിക്കുക? അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലായി പുറത്തു വരാൻ പോകുന്നത്? ഇതിനൊക്കെ വലിയ ആകാംക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ നടന്ന അഴിമതി? ഇത്രയധികം സാമ്പത്തിക ക്രമക്കേടുകൾ അതും മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും അത് പാർട്ടിയെ ബാധിക്കാൻ പോകുന്നത്? എന്തായാലും കവിതയുടെ ഗതി വീണ വിജയന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. തെളിവുകളൊക്കെ എതിരാണ് എങ്കിൽ കവിതയുടെ അതേ വിധി തന്നെയായിരിക്കും വീണ വിജയനെയും കാത്തിരിക്കുന്നത്.